അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അസ്ഫ അസ്ലി. ഞാൻ ആയിഷ നർമീൻ. ഇന്ന് ഞങ്ങളെ കൂടെ സലാം സാറുമുണ്ട്. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പെരുന്നാളല്ലേ, സുഖാണോ? ഇന്ന് പെരുന്നാളാണല്ലോ അല്ലേ? അതെ. ഞാനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നല്ല ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കണത്. ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാളായാലും ഇപ്പം എന്താ വലിയ സന്തോഷം ഉണ്ടാവും അല്ലേ? വലിയ സന്തോഷം ഉണ്ടാവും. നമുക്ക് വലിയ ആയിഷക്ക് സന്തോഷമല്ലേ പെരുന്നാളാകുമ്പോൾ? അല്ലേ? പെരുന്നാളാകുമ്പോൾ സന്തോഷമല്ലേ? ആ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം നമ്മൾ അള്ളാഹിനെ ഓർക്കണോണ്ടാണ് അല്ലേ? അപ്പോൾ ഒന്നാണ് സ്പെഷ്യലായിട്ട് നമ്മൾ പെരുന്നാളിൻ്റെ ദിവസം അള്ളാഹുവിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ കൂട്ടുകാരോട് ചോദിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ് എന്ന് വിചാരിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ സന്തോഷത്തിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ പറയാ? ആശംസ നേരിൽ എങ്ങനെയാണ്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഒന്നുകൂടി ഉറക്കെ പറയാം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണല്ലോ? അസ്ഫാസ്ലിയും ആയിഷ നർമീനുമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരിന്ന് പെരുന്നാളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും റെഡി അല്ലേ? അസ്ഫ, നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കാം അല്ലേ? പെരുന്നാളിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും? അതിൽ പ്രധാനമായിട്ട് എന്താ പെരുന്നാളിൻ്റെ അന്ന്? നമസ്കാരമാണ് അല്ലേ? പെരുന്നാളിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 പെരുന്നാൾക്ക് നിസ്കാരമുണ്ട്. ഇതിപ്പോൾ ഏത് പെരുന്നാളാ? ബലി പെരുന്നാൾ. ഈ ബലി പെരുന്നാൾ, ബലി എന്നുള്ളത് നമുക്ക് വേറെ പറയാം. പിന്നെ നമ്മൾ വേറെ പേര് കൂടിയും പറഞ്ഞു, വലിയ പെരുന്നാൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? വലിയൊരുന്നാൾ എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ പിന്നെ ഈ പെരുന്നാളിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയാം? നിസ്കാരത്തിൽ 2 റക്അത്ത് ഉണ്ടാവും. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ ആദ്യത്തെ റക്അത്തിൽ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ 5 എണ്ണം. ആദ്യത്തിൽ 7 പിന്നെ 5. ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രത്യേകത. വേറെ എവിടെയും നിസ്കാരത്തിൽ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ചെറിയ പെരുന്നാളിനാണെങ്കിലും വലിയ പെരുന്നാളിനും അങ്ങനെ തന്നെ. ഇപ്പോൾ വലിയ പെരുന്നാളിലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ എന്താണ് പ്രധാനമായിട്ടുണ്ടാവുക? ഉളുഹിയ്യത്ത് തന്നെയാണ് അല്ലേ? ഉളുഹിയ്യത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ബലിയാണ്. ഒരു മൃഗത്തെ അല്ലേ നമ്മൾ ബലി അല്ലേ? ശരി, അപ്പോൾ പെരുന്നാളിൻ്റെ നിങ്ങളെ ഉളുഹിയ്യത്തിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നീ കണ്ടിട്ടില്ലേ? മൃഗത്തെ ബലി ഇറക്കുകയാണ് നമ്മൾ. എന്തിനാ ഈ മൃഗത്തെ ബലി ഇറക്കുന്നത്? അത് എന്താ, അള്ളാഹുവിന് വേണ്ടിയിട്ട്. അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മൃഗത്തെ ബലി അറുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മാംസമൊക്കെ വിതരണം ചെയ്യും. അപ്പോൾ ഈ ബലി പെരുന്നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു പ്രവാചകനുണ്ട്. അതാരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാഷാ അല്ലാഹ്, ഇബ്രാഹിം നബി. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബിയെ കുറിച്ചുള്ളൊരു കുഞ്ഞു ചരിത്രം കേട്ടിട്ട് നമുക്ക് തുടങ്ങിയാലോ? ആയിഷ നർമീനെ പറയല്ലേ? റെഡിയാണോ? സെറ്റ് എന്നാ പറഞ്ഞു. പണ്ട് ആസർ എന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്കൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടീൻ്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാംക്ക് ചെറിയൊരു ഉപ്പാണ് ഉണ്ടായത്. ഉപ്പാൻ്റെ പേരാണ് ആസർ. ഈ ഇബ്രാഹിം നബിക്ക് 7 വയസ്സായിരുന്നു ആയത്. 7 വയസ്സായപ്പോൾ ഇബ്രാഹിം നബീൻ്റെ ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഫാദർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവങ്ങളെ ഉണ്ടാക്കലായിരുന്നു ജോലി. പിന്നെ ഇബ്രാഹിം നബി തിരിച്ചു പോയി. പിന്നെ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? പഴയതുപോലെ ഫാദർ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഇബ്രാഹിം നബിക്ക് വയസ്സ് കൂടി വന്നപ്പോൾ 16 വയസ്സായി. 16 വയസ്സായപ്പോൾ ഈ ഫാദറും ഇബ്രാഹിം നബിയും ദൈവങ്ങളെ ആരാധിക്കണ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ദൈവങ്ങളൊക്കെ നോക്കി തിരിച്ചു അവരെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഇബ്രാഹിം നബി വന്നിട്ട് കോടാലൊക്കെ എടുത്തു വന്നിട്ട് 2 ദൈവങ്ങളെ കൊന്നു. പിന്നെ ഒരു വലിയൊരു ദൈവനെ കൊന്നില്ല. അവൻ്റെ തോളിൽ കോടാലി വെച്ചു. പിന്നെ ജനങ്ങളൊക്കെ വന്ന് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഈ ദൈവങ്ങൾ ആരാണ് വെട്ടിയിട്ടത്? ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനല്ല, ആ വലിയൊരു ദൈവം നിൽക്കണില്ലേ, അതിനോട് മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി പറഞ്ഞു, അവന് പറയാനും കഴിവില്ല, കേൾക്കാനും കഴിവില്ല. അപ്പോൾ ഇബ്രാഹിം നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ തോന്നി, ഇബ്രാഹിം നബിനെ എന്ത് കാട്ടണമെന്ന് തോന്നി.
അപ്പോൾ അവർക്കൊരു സൂത്രം കിട്ടി ഇബ്രാഹിം നബീനെ തീയിലിടണമെന്ന്. അപ്പോൾ ഇബ്രാഹിം നബീനെ കാലും കൈയും കെട്ടിയിട്ടിട്ട് തീക്കിടാൻ നിന്നു. തീക്കിട്ടിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അപ്പോൾ അള്ളാഹ് ആ തീയെ തണുപ്പിച്ചിട്ട് കെട്ടൊക്കെ അയച്ചിട്ടു. പിന്നെ ഇബ്രാഹിം നബി പുറത്തിറങ്ങി വന്നപ്പോൾ ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇബ്രാഹിം നബി പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മാഷാ അല്ലാ. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾ ഈ പിന്നെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് കല്ലുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് അവരെ ദൈവങ്ങൾ അല്ലേ, അതിനെ ആരാധിക്കും. അപ്പോൾ ഇബ്രാഹിം നബിൻ്റെ ഉപ്പ ആസർ ഇങ്ങനെ കുറേ കല്ലുമ്മൽ കൊത്തിയിട്ട് വിഗ്രഹങ്ങളാക്കിയിട്ട് അതിനെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു, അത് ഉണ്ടാക്കുന്ന ആളുമായിരുന്നു. അപ്പോഴാണ് ഇബ്രാഹിം നബി ഇങ്ങനെ ചോദിക്കുന്നത്, എന്തിനാണിപ്പാ ഇതിനെയൊക്കെ ആരാധിക്കണത്? നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ദൈവം ഉണ്ടല്ലോ, പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു അല്ലേ. പക്ഷേ അവസാനം എന്ത് ചെയ്തു, ഇബ്രാഹിം നബി ആ നാട്ടിൽ ഉള്ള ആൾക്കാരെ ഇബ്രാഹിം നബിൻ്റെ ഉപ്പ ഇബ്രാഹിം നബിനോട്ട് ഭയങ്കര കച്ചറയായി. ഇബ്രാഹിം നബിൻ്റെ ഉപ്പ എന്താ പറഞ്ഞെന്നോ, എന്താ പറഞ്ഞറിയോ, അപ്പം നീ പോകണ്ട എൻ്റെ മുന്നിൽ നിന്ന്, ഇവിടെ നിൽക്കണ എന്നെ എറിഞ്ഞാട്ടും ഞാൻ തന്നെ അല്ലേ, ഈ പോടുന്നത് അങ്ങനെ വഴക്കിട്ടു. അപ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ ആലോചിച്ചു, എന്തിനാ ഉപ്പ ഈ ജീവനില്ലാത്ത കല്ലിനൊക്കെ ആരാധിച്ചിട്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല, ഒരു ഉപദ്രവവും ഇല്ല, അതിനോട് എന്ത് കിട്ടാനാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിന്തിക്കാൻ വാപ്പ തയ്യാറായില്ല. അവസാനമാണ് എന്ത് സംഭവിച്ച, മോള് പറഞ്ഞ കഥയുള്ളത് പോലെ അവിടുത്തെ ആൾക്കാരെ ചിന്തിപ്പിക്കാൻ എന്ത് ചെയ്തു, ആ നാട്ടിലെ ആ വിഗ്രഹങ്ങളൊക്കെ ഒന്നായിട്ട് ആരാധിക്കുന്ന സ്ഥലത്ത് കല്ല് കൂട്ടിയിട്ട് അങ്ങനെ വിഗ്രഹങ്ങളുടെ അടുത്ത് പോയിട്ട് എല്ലാറ്റിനെയും കൊത്തി കൊത്തി കോടാലി കൊണ്ട് മറിച്ചിട്ട് ഒന്നിനെ മാത്രം വെച്ചില്ലേ. അപ്പോൾ അവരോട് ചോദിക്കും, എങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിച്ചത്, എങ്ങനെ വല്യേൻ്റെ കഴുത്തിൽ കോടാലി വെച്ചു. എന്നിട്ട് ആരാന്ന് ചോദിച്ചപ്പോൾ ഇന്നോട് ചോദിക്കണ്ട, ആ വല്യനോട് ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ വല്യന് ജീവൻ ഉണ്ടെങ്കിൽ, അതിന് ഓർമ്മ ഉണ്ടെങ്കിൽ, അതിനറിയെങ്കിൽ അത് പറഞ്ഞു തന്നോട്ടെ. അപ്പം ആൾക്കാർക്ക് മനസ്സിലായി, ശരിയാണ്, സ്വന്തം കഴുത്തിൽ കോടാലി വെട്ടിയിട്ട് ആ കല്ലിന് പറയാൻ പറ്റിയില്ല, പിന്നെ അതിനെങ്ങനെ ദൈവാക്കും, അതിനെങ്ങനെ നമ്മൾ ആരാധിക്കും? അപ്പം എന്നൊന്നും ജീവിച്ചിരിക്കുന്ന ലോകത്തെ മുഴുവൻ പടച്ച അള്ളാഹനെ നമ്മൾ ആരാധിക്കണം എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ നിന്നാണ് പറഞ്ഞത്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു സന്ദേശം പറഞ്ഞു കൊടുത്തു അല്ലേ. അങ്ങനെയാണ് ഇബ്രാഹിം നബി ഇത് പറഞ്ഞപ്പോൾ അപ്പം എന്താ സംഭവിച്ചത്, എന്താ നെർമീനെ സംഭവിച്ചത്? ആ ദേഷ്യം പിടിച്ചെടുത്ത രാജാവ് എന്ത് ചെയ്തു, ഇബ്രാഹിം നബിനെ കൊണ്ടുപോയിട്ട് എറിഞ്ഞിട്ട് തീയിലിട്ടു. അപ്പോൾ ഇബ്രാഹിം നബി രക്ഷിക്കാൻ അള്ള വന്നു അല്ലേ. അള്ള പറഞ്ഞയച്ചു, മലക്കിനെ പറഞ്ഞു, തീനോട് എന്താ പറഞ്ഞു, ഇബ്രാഹിം ഇബ്രാഹിം നബിക്ക് തണുപ്പാവോ, ചൂടുള്ള തീ എന്തായി മാറി, തണുപ്പായി മാറി. രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ അള്ള രക്ഷപ്പെടുത്തി. അതാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയുടെ കഥയാണ് നമ്മൾ പെരുന്നാളിലുടനീളം ഓർക്കണത്. അതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കഥ ഉണ്ട്. അതെന്താണ്? ഇപ്പം നമ്മൾ ഉളുഹിയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഉളുഹിയത്തിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. എങ്ങനെ ഇപ്പോൾ ബലിമൃഗത്തെ അറക്കാനുള്ള കാരണം എന്താ? ഒരു ദിവസം ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു. അപ്പം എന്താ ഇസ്മായിൽ നബി അലൈഹിനെ അറക്കാനെന്ന് സ്വപ്നം. ഇത് എപ്പോഴാണ് ശരിക്കും ഇബ്രാഹിം നബിക്ക് കുട്ടികളില്ലാത്തപ്പോൾ ഒരു കുട്ടീനെ കിട്ടാൻ ആഗ്രഹിച്ച് നിൽക്കായിരുന്നു അല്ലേ. അങ്ങനെയാണ് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായപ്പോൾ എന്നിട്ട് ആ കുട്ടീനെ കൊണ്ട് എങ്ങോട്ടാ പോയിത്? മക്കയിലേക്ക് പോയി. എന്നിട്ട് ഇബ്രാഹിം നബി അവരെ ആക്കിയിട്ട് പോയി, ഒറ്റക്കാക്കി കുഞ്ഞു പൈതലിനെ അവിടെ ആക്കിയിട്ട്. എന്നിട്ട് അപ്പം അവർക്ക് വെള്ളം ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഹാജറ ബീവി സഫ മർവന്റെ ഇതിൽ കൂടെ 7 പ്രാവശ്യം ഇങ്ങനെ ഓടി. ആ കുന്നുമ്മ കൂടെ ഓടി. എന്തിനത് ഓടുന്ന? വെള്ളം കിട്ടാനോ ഫുഡ് എന്തെങ്കിലും. താഴെ കുട്ടി മലന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു? കുട്ടി ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കാലടിച്ചപ്പം സംസം വെള്ളം പുറത്തേക്ക് വന്നു. അങ്ങനെ അവിടെ വെള്ളമായി. അപ്പോൾ അവിടെ കുട്ടി വളർന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആര് വന്നു? ചരിത്രത്തിൽ അവസാനം പിന്നെ ഇബ്രാഹിം നബി അങ്ങോട്ട് വന്നു. എന്നിട്ട് ഇസ്മായിൽ നബി ഇങ്ങനെ വലുതായി. അപ്പോഴാണ് സ്വപ്നം കാണുന്നത്. എന്താ സ്വപ്നം? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാന്, ജീവനോട് അറക്കാന്. അപ്പൊ ഇബ്രാഹിം നബി എന്താ ചെയ്തത്? ആ കാര്യം ആരോടാ പറഞ്ഞു? ഇസ്മായിൽ നബിനോട് പറഞ്ഞു. എന്നിട്ടോ? അപ്പൊ ഇസ്മായിൽ നബി പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനല്ലേ, അറുത്ത കുഴപ്പമില്ല പറഞ്ഞു. എന്നിട്ട് പിന്നെ അറക്കാൻ നേരത്ത് അള്ളാഹു പറഞ്ഞു, വേണ്ട അറക്കണ്ട, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ്,
അതിന് പകരം ആടിനെ അറുത്തു. അപ്പം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? അല്ലെങ്കിൽ ഇന്ന് എന്താ സംഭവിക്കുക? എല്ലാ വീട്ടിലെയും ഉമ്മ ഉപ്പൊക്കെ എന്തേ അവർക്ക് ഉണ്ടാവണം കുട്ടീനെ അള്ളാഹ്ക്ക് വേണ്ടി ബലിയർക്കേണ്ടി വരില്ലേ അല്ലേ? അപ്പം അള്ളാഹ് ഇത് വേണ്ട പറഞ്ഞു. അള്ളാഹ് അങ്ങനെ ക്രൂരനല്ലല്ലോ, അള്ളാഹ് കാരുണ്യവാനല്ലേ? ആ അപ്പം നമ്മൾ ഈ ബലി അറക്കണം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ചരിത്രം ആലോചിച്ചിട്ട് ബലി പെരുന്നാളിൻ്റെ അന്ന് ഉളുഹിയ്യത്ത് മൃഗങ്ങളെ ബലിയറുത്തിട്ട് അതിൻ്റെ മാംസം നമുക്ക് കഴിക്കുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ശരിക്കും എന്താ ഉള്ളത്? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിനെ ഓർക്കുകയാണ്. അപ്പോൾ ആ സന്തോഷമാണ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ ആ കഥയും ശരി. ഇനി എനിക്ക് തോന്നുന്നത് ഒരു പാട്ടൊക്കെ പാടിയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. ആരാ പാട്ട് പാടാ? നീ പാടും. ഉടനെ കഴുത്തൻ്റെ ദറുക്കു ബാപ്പ, നേരെ പിടിവാൾ വെച്ചറുക്കു ബാപ്പ, നേരം കളയാതെ അറുക്കു ബാപ്പ, ഉടനെ കഴുത്തൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ഉടനെ കഴുത്തൻ്റെ ദറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ഇത് ഈ പാട്ടിൻ്റെ ഫുള്ളുണ്ട് ശരിക്കും അല്ലേ? അതെ. കുറച്ചേ പാടിയിട്ടുള്ളൂ. അടി കിട്ടണം. അപ്പം ഫുള്ള് പാടണല്ലേ ശരിക്ക്? അപ്പോഴല്ലേ രസം. പക്ഷെ അതിൻ്റെ ഫുള്ളിൽ എന്താ പറയുന്നത്? ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുത്തോളൂ, അള്ളാഹിൻ്റെ കൽപ്പനയല്ലേ, ഞാൻ അനുസരിച്ചോളാം അല്ലേ ഒക്കെ പറഞ്ഞിട്ട് ആ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന നല്ല രസമുള്ള പാട്ടാണ് അല്ലേ? ശരി. അപ്പം നെർമിനി ഏതോ പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഏതാ പാട്ടുണ്ടോ കയ്യിൽ? ഇതന്നെയാണ് പാടിയത് അല്ലേ? വിചാരിച്ചിന് തന്നെയാണ് ഉടനെ കഴുത്തൻ്റെ തറക്കു പാപ്പേ. പിന്നെ അങ്ങനെയുള്ള വ്യത്യസ്ത പാട്ടുകളൊക്കെ നമുക്ക് പിന്നെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും കേൾക്കാൻ പറ്റും. റേഡിയോയിൽ തന്നെ കുറേ പാട്ടുകളൊക്കെ വരുമായിരിക്കും അല്ലേ? ശരി. പിന്നെ നമ്മൾ ഈ പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യം എന്തൊക്കെയായിരിക്കും? പുതിയ വസ്ത്രം ധരിക്കും, പിന്നെ പള്ളിയിൽ പോയി നമസ്കരിക്കും. ഈ പുതുവസ്ത്രം ധരിക്കും. പുതുവസ്ത്രം ധരിക്കുമ്പോഴെന്തോന്നുണ്ടല്ലോ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഒന്ന് പഠിപ്പിച്ചു കൊടുത്താലോ? ഏതാ പ്രാർത്ഥന? ബിസ്മില്ല ചൊല്ലണം. പിന്നെ അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക ഖൈരിഹി വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ഷെറിൽ നിന്നും അതിൻ്റെ ഹൈറിനൊക്കെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക. ഷെറിലിന് രക്ഷയും ഹൈറ് കിട്ടാൻ വേണ്ടി ചോദിക്കുക. വസ്ത്രത്തിൽ എന്തെങ്കിലും അപകടം പറ്റാൻ പാടില്ലല്ലോ ധരിച്ചിട്ട്. ഓക്കെ. അപ്പോൾ നല്ലൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ പെരുന്നാളിൻ്റെ അത് വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്തായിരിക്കും? നമ്മൾ പുതിയ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാവപ്പെട്ടവർക്ക് ഇതൊന്നുമില്ല, നമുക്ക് അള്ളാഹു വസ്ത്രം തന്നു, അൽഹംദുലില്ലാ. അപ്പം അതില്ലാത്ത ആൾക്കാർക്ക് എത്ര ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ എവിടെയൊക്കെ ഉണ്ടാവും? നാടിൻ്റെ ഓരോ ഭാഗത്തില്ലേ പാവപ്പെട്ട കുട്ടികളുണ്ടാവില്ലേ? അപ്പം അവർക്ക് നമ്മളൊരു വസ്ത്രം വിതരണം ചെയ്യുന്ന പദ്ധതിയൊക്കെ ഉണ്ട്. ഏതാണ്? ഈദ് കിസ്വാ അല്ലേ? അപ്പം അങ്ങനെ കുറേ കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കാനും നമ്മളില്ലാത്തവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് കഴിയണം അല്ലേ? ശരി. പിന്നെ വസ്ത്രം ധരിക്കുമ്പോൾ പിന്നെ വലതു ഭാഗത്തു നിന്ന് തുടങ്ങണ്ടേ അല്ലേ? പ്രാർത്ഥന വേണം. ഒന്നും കഴിക്കാതെ പോകണം. എവിടേക്ക്? വീട്ടിക്കോ? പള്ളിക്ക് അല്ലെങ്കിൽ ഈ ഈദ്ഗാഹിലേക്ക് ഒന്നും കഴിക്കാതെ പോകണം. എന്നിട്ട് പിന്നെ സന്ദർശിക്കണം, രോഗികളെ സന്ദർശിക്കണം. അങ്ങനെ കുറെ കുടുംബ സന്ദർശനം ഉണ്ടാവണം. പെരുന്നാളിൻ്റെ അന്ന് കാര്യമായിട്ട് എന്താ ഉണ്ടായാലും നമ്മളെ വീട്ടില് ഭക്ഷണം കഴിക്കലും പിന്നെ ആരാ വരല്ലേ? കുടുംബക്കാർ വരില്ലേ? അവർ നമ്മളെ വീട്ടുകാർക്കാർ വരും, നമ്മൾ വേറെ വീട്ടിലേക്കൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മൾ തക്ബീർ വലിയ ഉണ്ട് അല്ലേ? തക്ബീർ ഒന്ന് ചൊല്ലിയാലോ? നമ്മൾ ഒന്ന് ചൊല്ലിയേക്കിയ തക്ബീർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്താ പോയി പറഞ്ഞത്? അല്ലാഹു അക്ബർ പറഞ്ഞാൽ എന്താ? അല്ലാഹു ഏറ്റവും വലിയവനാണ്. പക്ഷെ ചില ആൾക്കാർക്ക് തോന്നും
ഞാനാ വലിയത്. അപ്പോഴാ പ്രശ്നം ഉണ്ടാവുക അല്ലേ നെർമീൻ? ചുമയോടുന്നു ഞാനാ വലിയ ആൾ. ഓ അപ്പോൾ ബാക്കിയുള്ള പോലെ ചെറുതായി കാണും, കച്ചറ ഉണ്ടാക്കും. നമ്മളാരും അല്ല. ആരാ ഏറ്റവും വലുത്? അള്ളാഹു. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ വലിയ ആൾ പറഞ്ഞ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഏറ്റവും വലിയ ആൾ പറഞ്ഞതാണ് ആദ്യം അനുസരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ ഏറ്റവും വലിയ ആള്? നബിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും വലിയ ആളാരാ? ഉമ്മി ഉപ്പിയാണ്. അപ്പോൾ ആരൊക്കെ പറഞ്ഞ അനുസരിക്കേണ്ടത് മനസ്സിലായില്ലേ? ശരി. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു, അള്ളാഹുവിനെ പുകഴ്ത്തുന്നു, ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു അല്ലേ? പെരുന്നാൾ നമുക്ക് അങ്ങനെയാണ്, സന്തോഷം പകരാനും കൂട്ടുകാരെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റണം. പിന്നെ പെരുന്നാളിൻ്റെ കാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ പെരുന്നാളിൻ്റെ ആണെന്നാകുമ്പോൾ പ്രത്യേകിച്ചും കാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ബിരിയാണി. വെറും ബിരിയാണി? ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടം? അത് ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? മന്തി. ഏത് മന്തി? ചിക്കൻ മന്തി, മട്ടൻ മന്തി? ചിക്കൻ മന്തിയാ? മട്ടൻ മന്തി അത്ര ഇഷ്ടമല്ല? ബീഫ് മന്തി ഇഷ്ടമല്ല? ഇല്ല. ബീഫ് മന്തി ഇപ്പം കൊടുന്ന് വന്നാൽ കഴിക്കുമോ? പക്ഷെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം അതായിരിക്കും അല്ലേ? എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് ഏറ്റവും ഇഷ്ടം. നമ്മളെ കൂട്ടുകാർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് തിന്നാൻ അള്ളാഹ് തരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് മര്യാദ ഉണ്ട്. അതെന്തായിരിക്കും? വലത് ഭാഗത്ത് നിന്ന് കഴിക്കണം. പിന്നെ ബിസ്മി ചൊല്ലി പിന്നെ അടുത്ത് വെച്ചിട്ട് കഴിക്കണം. പിന്നെ എന്താ കളയരുത്, ബാക്കിയാക്കരുത്, ധൃതി കൂട്ടരുത്. പിന്നെ നമ്മള് വെട്ടി നടക്കരുത്. എനിക്ക് മന്തിയാണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങോട്ട് പോരട്ടെ. ഉമ്മച്ചി എന്താ എനിക്ക് നീക്കാൻ കഴിയണില്ല? എന്തേ? ചെമ്പിലുള്ളതൊക്കെ വയറ്റിലായി. അങ്ങനെ പറ്റുമോ? പറ്റൂല. പിന്നെ എന്തേ? പാകത്തിന് കഴിക്കാവൂ, അല്ലെങ്കിൽ അസുഖം വരും അല്ലേ? അപ്പോൾ ഭക്ഷണം ബിസ്മി ചൊല്ലി കഴിക്കണം, പാകത്തിന് കഴിക്കണം, പിന്നെ അൽഹംദുലില്ലാ പറയണം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഓക്കെ. അപ്പോൾ മാഷാ അല്ലാഹ്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ എടുക്കു പോലുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ പോലെ? ടൂറ് പോകുമ്പോൾ യാത്രയാണ് അല്ലേ? യാത്രയാകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അങ്ങോട്ട് പോയാൽ പോരെ? അല്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. പിന്നെ നല്ല സ്പീഡിൽ പോകരുത്, പാകത്തിനാവണം, ധൃതി പിടിക്കാൻ പാടില്ല. പിന്നെ കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം. പിന്നെ ഈ ടൂറ് പോണത് എന്തിനല്ല? അള്ളാനെ ഓർത്തിട്ട് പോകണം, മറന്നു പോകാൻ പാടില്ല. മറന്നു പോയിട്ടാൽ അപകടത്തിൽ അള്ളാന്റെ കാവലുണ്ടാവില്ല അല്ലേ? പിന്നൊന്ന് പ്രധാനപ്പെട്ടുണ്ട്. ടൂർ പോകുമ്പോൾ പല ആൾക്കാരും ടൂർ മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. പ്രധാനപ്പെട്ടൊക്കെ മറന്നു. എന്താണ്? നമസ്കാരം ശ്രദ്ധിക്കണം അല്ലേ? പെരുന്നാളിൻ്റെ അന്ന് ടൂർ പോയിട്ട് നിസ്കാരമില്ല, ഒന്നുമില്ല, ഒക്കെ കളഞ്ഞു പോരും ചില ആൾക്കാർ. അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് നല്ല മക്കളായിട്ട് ഈ പെരുന്നാൾ ആഘോഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ്, ഈ പൂമരത്തണൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എല്ലാ കൂട്ടുകാർക്കും ഒരു ആശംസയ്ക്ക് നേർന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.